കഥാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അച്ചമ്മയോടും കൊച്ചുമക്കളോടുമൊപ്പം കുഞ്ഞു കുഞ്ഞു കഥകളുമായി നിങ്ങളും സഞ്ചരിക്കുകയാണ്. കുഞ്ഞു മക്കൾക്ക് കൊച്ചു കൊച്ചു കഥകൾ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. അവരുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിനും പ്രായോഗികമായ പരിജ്ഞാനത്തിനും അതുപോലെ വളരെ കാര്യക്ഷമതയോടുകൂടിയുള്ള ജീവിതത്തിനുമെല്ലാം ഉതകുന്നതാണ് കൊച്ചു കൊച്ചു ഗുണപാഠ കഥകൾ. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ കൊച്ചുമക്കൾക്ക് ഗുണപാഠ കഥകൾ പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവർക്ക് കുഞ്ഞു കുഞ്ഞു കഥകൾ പറഞ്ഞു കൊടുക്കണം. ഇന്ന് നമ്മൾ പഞ്ചതന്ത്രം കഥയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെയൊക്കെ ബാല്യകാലത്ത് പഞ്ചതന്ത്രം കഥകൾ നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞു തന്നത് കേട്ട് ആണ് നമ്മളൊക്കെ വളർന്നത്. ധാരാളം ഗുണപാഠ കഥകളാണ് ഈ പഞ്ചതന്ത്രം കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ ചെറുപ്പകാലത്ത് പാഠപുസ്തകത്തിൽ പോലും പഞ്ചതന്ത്രം കഥകൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് വിഷ്ണു ശർമ്മൻ എന്ന് പറയുന്ന അധ്യാപകൻ തൻ്റെ 3 ശിഷ്യന്മാരായ രാജകുമാരന്മാർക്ക് അവരുടെ പ്രായോഗിക പരിജ്ഞാനവും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത കഥകളാണ് പഞ്ചതന്ത്രം കഥകൾ എന്ന പേരിൽ പ്രസിദ്ധമായത്. അമരശക്തി എന്ന രാജാവിന് 3 മക്കളുണ്ടായിരുന്നു. ആ മക്കൾ അവർക്ക് കൂടുതലായി ബുദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി, അവരുടെ ഉള്ള പരിജ്ഞാനത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള രാജാവിൻ്റെ അന്വേഷണത്തിൽ നിന്നാണ്, കഥയിൽ പറയുന്നത് മണ്ടന്മാരായ മക്കൾ എന്നാണ്. അപ്പോൾ ആ അന്വേഷണത്തിൽ നിന്നാണ് വിവേകശാലിയായ ബുദ്ധിമാനായ അധ്യാപകനെ അമരശക്തി എന്ന രാജാവ് കണ്ടെത്തിയത്. വിഷ്ണു ശർമ്മൻ എന്ന അധ്യാപകൻ ഈ 3 മക്കളെയും ഈ കഥകളിലൂടെ വലിയ മഹാന്മാരായ ശക്തന്മാരായ രാജാക്കന്മാരാക്കി തീർത്തു എന്നാണ് കഥയിൽ പറയുന്നത്. അതെന്തൊക്കെ തന്നെ ആയാലും പഞ്ചതന്ത്രം കഥയിൽ എല്ലാം തന്നെ ഗുണപാഠ കഥകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുട്ടികൾക്ക് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുന്നതിനും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നതിനും അതുപോലെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനും എല്ലാം ഉതകുന്ന രീതിയിലാണ് ഈ പഞ്ചതന്ത്രം കഥകൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ പറയുന്ന കഥയുടെ പേര് അത്യാഗ്രഹം ആപത്ത്. ഒരിക്കലൊരിടത്ത് ഒരു അച്ഛനും അമ്മയ്ക്കും 2 മക്കളുണ്ടായിരുന്നു, രാമുവും ദാമുവും. അച്ഛന് വിറകുവെട്ടായിരുന്നു ജോലി. അച്ഛൻ കാട്ടിൽ പോയി വിറകുകൾ ശേഖരിച്ചു കൊണ്ടുവന്ന്, മരം മുറിച്ച് വിറകുകൾ ശേഖരിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് അതിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ട് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ അമ്മ കൊണ്ടുവന്ന് ഭക്ഷണം പാകം ചെയ്ത്, അച്ഛൻ കൊണ്ടുവരുന്ന സാധനങ്ങൾ വെച്ച് അമ്മ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് മക്കൾക്ക് കൊടുത്ത് അച്ഛനും അമ്മയും അങ്ങനെ സന്തോഷമായി കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഇരിക്കെ അച്ഛന് പ്രായമായി. അച്ഛന് ജോലിയെടുക്കാൻ ക്ഷീണമൊക്കെയായി. അച്ഛൻ മക്കളെ 2 പേരെയും അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, ഇനിയും അച്ഛന് കാട്ടിൽ പോയി വിറക് വെട്ടാൻ ഉള്ള ആരോഗ്യമില്ല. ഇനി നിങ്ങൾ 2 പേരും പോയി വിറക് ശേഖരിച്ചു കൊണ്ടുവന്ന് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരണം. 2 പേരും തലകുലുക്കി സമ്മതിച്ചു. പക്ഷേ ചേട്ടൻ രാമു വളരെയധികം അധ്വാനശീലനായിരുന്നു. എന്നാൽ അനിയനായ ദാമു മടിയനായിരുന്നു. അപ്പോൾ ചേട്ടൻ പോകാൻ നേരത്ത് ദാമുവിനെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, ചേട്ടൻ പൊയ്ക്കോ, ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി മൂടി പുതച്ച് കിടന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി.
ചേട്ടൻ കൂടുതൽ വിറകുകൾ ശേഖരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് അവർ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ചന്തയിൽ കൊണ്ട് വിൽക്കും. കിട്ടുന്ന പണം കൊണ്ട് ചേട്ടൻ സാധനമൊക്കെ വാങ്ങിക്കും. അനിയൻ അതിനിടയിൽ തണലിൽ അങ്ങനെ കഴിഞ്ഞു പോന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാമു ഒരു പുഴയുടെ തീരത്ത് വലിയൊരു ഉണങ്ങിയ മരം കണ്ടു. സന്തോഷമായി. എനിക്കിന്ന് നല്ല വിറകുകൾ കിട്ടും, കൂടുതൽ പണം കിട്ടും, കൂടുതൽ സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരാം. അതിനു വേണ്ടിയിട്ട് മരത്തിൻ്റെ ശിഖരത്തിൽ കയറിയിരുന്ന് മരം മുറിച്ചുകൊണ്ടിരുന്നപ്പോൾ രാമുവിൻ്റെ കോടാലി പുഴയിലെ വെള്ളത്തിൽ വീണു. ഭയങ്കര സങ്കടമായി രാമുവിന്. കാരണം വിറക് മുറിച്ച് കൊണ്ടുപോയി ചന്തയിൽ കൊടുത്തിട്ട് വേണം സാധനങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് അച്ഛനും അമ്മയ്ക്കും കൊടുത്ത് തങ്ങൾക്കും കഴിക്കാൻ. രാമു അവിടെ ഇരുന്ന് മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് കരയാൻ തുടങ്ങി. പെട്ടെന്ന് ജലദേവത പ്രത്യക്ഷപ്പെട്ടു. ജലദേവത ചോദിച്ചു, എന്താ രാമു ഇവിടെ ഇരുന്ന് കരയുന്നത്? അപ്പോൾ രാമു പറഞ്ഞു, എൻ്റെ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം ഈ കോടാലിയാണ്. ഈ കോടാലി പുഴയിലെ വെള്ളത്തിൽ ഞാൻ മരം മുറിച്ചുകൊണ്ടിരുന്നപ്പോൾ അബദ്ധത്തിൽ പുഴയിലെ വെള്ളത്തിൽ വീണു. എനിക്കത് എടുക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ജലദേവത വെള്ളത്തിലേക്ക് താന്നു. ഒരു സ്വർണ്ണ കോടാലിയുമായി ജലദേവത ഉയർന്നു വന്നു. രാമുവിനോട് പറഞ്ഞു, ഇതാ നിന്റെ കോടാലി. രാമു പറഞ്ഞു, അല്ല 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 അല്ല, ഇതല്ല എൻ്റെ കോടാലി, ഇതെൻ്റെ കോടാലിയേ അല്ല, എൻ്റെ കോടാലി ഇങ്ങനെയേ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ജലദേവത വെള്ളത്തിലേക്ക് താന്നുപോയി. അവിടെ ചെന്ന് ഒരു വെള്ളി കോടാലിയുമായി ഉയർന്നു വന്നു. രാമു പറഞ്ഞു, അല്ലല്ലല്ല, ഇതെൻ്റെ അല്ല, ഇതെൻ്റെ അല്ല, എൻ്റെ ഇത്രയും ഭംഗിയുള്ള കോടാലിയൊന്നും അല്ല, എൻ്റെ കോടാലി ഒരു സാധാരണ കോടാലിയാണ്. ജലദേവത വീണ്ടും വെള്ളത്തിലേക്ക് താന്നുപോയി. അവിടുന്ന് ഒരു രാമുവിൻ്റെ കോടാലിയുമായി ഉയർന്നു വന്നു. രാമുവിൻ്റെ കോടാലി കണ്ടപ്പോൾ രാമുവിന് വളരെ സന്തോഷമായി. അതെ, എൻ്റെ കോടാലി ഇത് തന്നെയാണ്, വളരെ നന്ദിയുണ്ട്, വളരെ നന്ദിയുണ്ട് എനിക്ക് ഈ കോടാലി കൊണ്ട് എടുത്ത് തന്നതിന്. അയ്യോ, ഞാൻ വളരെ വിഷമിച്ചിരിക്കുമായിരുന്നു എന്ന് രാമു ജലദേവതയോട് പറഞ്ഞു. ജലദേവതയ്ക്കും സന്തോഷമായി. രാമുവിനോട് പറഞ്ഞു, നീ വളരെ സത്യസന്ധനാണ്, അതുകൊണ്ട് നിനക്കുള്ള സമ്മാനമായി ഈ 3 കോടാലിയും നീ വെച്ചു. ഇതുകൊണ്ട് നീ സുഭിക്ഷമായി ഇനി ജീവിക്കുക. നിന്റെ സത്യസന്ധതയ്ക്ക് ഉള്ള എൻ്റെ പ്രതിഫലമാണ് ഇത്. നീ സന്തോഷമായിട്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ഈ 3 കോടാലിയുമായി രാമു വീട്ടിൽ വന്നു. ഇത് ചന്തയിൽ കൊടുത്ത് സ്വർണ്ണ കോടാലിയൊക്കെ കൊടുത്ത് രാമു വലിയ കാശുകാരനായി കല്യാണമൊക്കെ കഴിച്ച് അങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു ഒരു കഥ. അപ്പോൾ ഈ രാമുവിൻ്റെ അനിയൻ ദാമുവിന് ഈ ചേട്ടൻ്റെ വളർച്ചയിൽ അസൂയയായി. അപ്പം ചേട്ടൻ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഞാൻ കാട്ടിൽ പോയി വിറക് വെട്ടിയപ്പോൾ ജലദേവത തന്ന കോടാലിയിൽ നിന്നാണ് എനിക്ക് ഈ സമ്പത്തൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് ആണ് നമ്മളൊക്കെ സുഭിക്ഷമായി ജീവിക്കുന്നതെന്ന് പറയുന്നത് അനുജൻ ദാമു ഒളിച്ചു നിന്ന് കേട്ടു. എന്നിട്ട് ദാമു ഈ ചേട്ടൻ പറഞ്ഞ പുഴയുടെ തീരത്തേക്ക് എത്തി. ഒരു കോടാലിയൊക്കെ ആയിട്ട് അവിടെ ചെന്നു. തൻ്റെ കോടാലി എടുത്ത് പുഴയിലേക്ക് എറിഞ്ഞു. ആ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് കരഞ്ഞു, വലിയവായിലിരുന്ന് കരഞ്ഞിട്ട് ജലദേവതയോട് പറഞ്ഞു, എൻ്റെ കോടാലി പോയി, എനിക്ക്. അപ്പോൾ കരഞ്ഞപ്പോഴേക്കും ജലദേവത വന്നു. ജലദേവത വന്നിട്ട് വാ 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 ഇത് കഥ കേട്ടോ. ജലദേവത വന്നു. ജലദേവത വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി ദാമു കരയുന്നത് എന്തിനാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എൻ്റെ കോടാലി വെള്ളത്തിൽ പോയെന്ന്. കോടാലി വെള്ളത്തിൽ പോയെന്ന് പറഞ്ഞു. അപ്പം ജലദേവത വെള്ളത്തിലേക്ക് താന്നു, സ്വർണ്ണ കോടാലി ആയിട്ട് വന്നു. ദാമുവിൻ്റെ കോടാലിയുമായി കയറി വന്നു. അപ്പോൾ ദാമു പറഞ്ഞു, ഇതല്ല എൻ്റെ കോടാലി, ഇതെൻ്റെ കോടാലി അല്ല എന്ന് പറഞ്ഞു. ഉടനെ ജലദേവത പോയിട്ട് വെള്ളി കോടാലിയുമായി വന്നു. അപ്പോൾ ദാമു പറഞ്ഞു, അല്ല, ഇതല്ല എൻ്റെ കോടാലി. വീണ്ടും ജലദേവത പോയി സ്വർണ്ണ കോടാലിയുമായി വന്നു.
അപ്പോൾ ദാമു പറഞ്ഞു, ആ ഇത് തന്നെയാണ് എൻ്റെ കോടാലി, ആ ഇത് തന്നെയാണ് എൻ്റെ കോടാലി എന്ന് പറഞ്ഞു. ജലദേവതയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. ദാമു, നീ ഭയങ്കര നുണയനാണ്, എന്നോട് തന്നെ നീ നുണ പറയുവാണോ? നിന്റെ അത്യാഗ്രഹത്തിന് ഞാൻ ഈ കോടാലി പുഴയിലേക്ക് എറിയുവാണെന്ന് പറഞ്ഞ് ദേവതയുടെ ഇരുന്ന 3 കോടാലിയും പുഴയിലേക്ക്